ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷൻ ദേ ഇവിടെ കേരളത്തിലുണ്ട്. 2 ദിവസത്തെ സന്ദർശനത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം കേരളത്തിലേക്ക് എത്തിയത്. ഇന്ന് ഈ സന്ദർശനമൊക്കെ പൂർത്തിയാക്കി നിതിൻ നബീൻ ഡൽഹിക്ക് മടങ്ങുകയും ചെയ്യും. രാവിലെ കാലടിയിലെ ആദിശങ്കര ജന്മഭൂമി സന്ദർശിച്ച ശേഷം അദ്ദേഹം തൃശ്ശൂരിലേക്കാണ് പോകുന്നത്. വൈകുന്നേരം തൃശ്ശൂരിൽ തിരഞ്ഞെടുപ്പ് മുന്നൊരുക്ക യോഗത്തിലൊക്കെ പങ്കെടുക്കും. തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുമായി കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ട ചർച്ചയിലും നിതിൻ നബീൻ പങ്കെടുക്കുകയും ചെയ്യും. സഹിൻ ആന്റണി വിവരങ്ങളുമായിട്ടുണ്ട്. സഹിൻ, ഗുഡ് മോർണിംഗ്. ഇന്നലെ നിതിൻ നബീൻ പരിപാടികളിലൊക്കെ പങ്കെടുത്തിരുന്നു. അതിനുശേഷം കേരളം ഗുഡ് മോർണിംഗ്. നിതിൻ നബീൻ ഇന്നലെ പരിപാടികളിലൊക്കെ പങ്കെടുത്തിരുന്നു. പിന്നീട് കേരളം ബി.ജെ.പി ഭരിക്കും എന്നുള്ള പ്രസ്താവനയും ഒക്കെ നടത്തുകയും ഒക്കെ ചെയ്തു. ഇന്നിപ്പം എന്താണ് നിതിൻ നബീന്റെ പരിപാടികൾ? ഇന്നലത്തെ യോഗങ്ങൾ എങ്ങനെയായിരുന്നു? മൊത്തത്തിൽ എങ്ങനെയായിരുന്നു ഈ ദേശീയ അധ്യക്ഷന്റെ സന്ദർശനം? ബി.ജെ.പിയുടെ സംസ്ഥാന ഘടകത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ 2 ദിവസങ്ങളാണ് ഇന്നലെയും ഇന്നുമായി ഉണ്ടാകുന്നത്. കാരണം അവരുടെ ദേശീയ അധ്യക്ഷൻ തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം ആദ്യമായി കേരളത്തിൽ സന്ദർശനം നടത്തുന്നു. ഇന്നലെ എറണാകുളത്തായിരുന്നു അദ്ദേഹം പൂർണ്ണമായും ചെലവഴിച്ചത്. അവിടെ തന്നെ 3 പരിപാടികളിലായിരുന്നു അദ്ദേഹം പങ്കെടുത്തത്. ഒന്ന്, NDAയുടെ ബൂത്ത് പ്രസിഡന്റുമാരുടെ യോഗത്തിൽ അദ്ദേഹം അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. പിന്നീട് സംസ്ഥാന നേതാക്കളുടെയും ജില്ലാ പ്രസിഡന്റുമാരുടെയും യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തു. തുടർന്ന് കോർ കമ്മിറ്റി യോഗത്തിലും അദ്ദേഹം പങ്കെടുത്തു. സേതു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനം ബി.ജെ.പി ഭരിക്കുമെന്നുള്ളൊരു പ്രസ്താവനയെല്ലാം അദ്ദേഹം നടത്തുകയുണ്ടായി. അതോടൊപ്പം തന്നെ കോർ കമ്മിറ്റി യോഗത്തിലും അദ്ദേഹം സംസ്ഥാന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. വിജയസാധ്യതയുള്ള സീറ്റുകളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഉയർന്നു വന്നു. സംസ്ഥാനത്ത് 5 മുതൽ 10 സീറ്റുകൾക്ക് വരെ വിജയപ്രതീക്ഷ ബി.ജെ.പി പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ആ വിജയപ്രതീക്ഷയിൽ വിജയസാധ്യതയുള്ള നല്ല സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുക്കാൻ അദ്ദേഹം നേതാക്കൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഇന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കാലടിയിൽ ആദിശങ്കറിന്റെ ഭൂമി സന്ദർശിച്ച ശേഷം പിന്നീട് അദ്ദേഹം പോകുന്നത് തൃശ്ശൂരിലേക്കായിരിക്കും. തൃശ്ശൂർ 10 മണിയോടുകൂടി അദ്ദേഹം ചുമരെഴുത്തിൽ പങ്കാളിയാകും. തുടർന്നാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുടെ എല്ലാം യോഗത്തിൽ പങ്കെടുക്കുന്നത്. മറ്റൊന്ന്, അദ്ദേഹം ഏതെല്ലാം തരത്തിൽ ബി.ജെ.പിക്ക് വിജയിക്കാൻ കഴിയും, NDAക്ക് മുന്നണിയിൽ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നുള്ളതൊക്കെ സംബന്ധിച്ച ബി.ജെ.പി നേതാക്കളുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. നേതാക്കളെ ഒറ്റുതിരിഞ്ഞും കൂട്ടമായും അദ്ദേഹം കാണുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ പല നേതാക്കളും തങ്ങളുടെ പ്രതീക്ഷകളും വിജയസാധ്യതകളുമെല്ലാം ഈ സംസ്ഥാന അധ്യക്ഷനുമായി പങ്കുവെക്കാനുള്ള ശ്രമവും നടത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും നേതാക്കൾ എല്ലാവരും തന്നെ ഇന്നും ഇന്നലെയുമായി എറണാകുളത്ത് തമ്പടിക്കുകയാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അവരിനി തൃശ്ശൂരിലേക്കായിരിക്കും പോകുക. സംസ്ഥാന അധ്യക്ഷനെ ചുറ്റിപ്പറ്റി മുഴുവൻ നേതാക്കളുമുണ്ട്. അവർക്ക് ബി.ജെ.പി സംസ്ഥാന ഘടകത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്കറിയാം 10 ഗ്രൂപ്പുകളാണ്. ഓരോ നേതാവും ഓരോ ഗ്രൂപ്പായി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖരൻ വന്നതോടുകൂടി ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒറ്റക്കെട്ടായി ബി.ജെ.പിയെ നയിക്കുക, ഒറ്റക്കെട്ടായി ബി.ജെ.പിയെ കൊണ്ടുപോകുക എന്ന വലിയ ദൗത്യത്തിലാണ് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം, അതേപോലെ തന്നെ ദേശീയ അധ്യക്ഷനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഈ കാലം വളരെ നിർണായകമാണ്. സംസ്ഥാന ബി.ജെ.പിയെ സംബന്ധിച്ച് നമുക്കറിയാവുന്ന പോലെ തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. അതിന്റെ കാര്യങ്ങളും മറ്റും മാത്രമല്ല, ഇപ്പം മിഷൻ 2026 പ്രഖ്യാപിച്ച് അവർ മുന്നോട്ട് പോവുകയാണ്. ദേശീയ അധ്യക്ഷനെ സംബന്ധിച്ചിടത്തോളം പുതിയ ആളാണ്, പ്രായം കുറഞ്ഞ ആളാണ്. മാത്രമല്ല 4 സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഘട്ടമാണ്. അപ്പോൾ ഇവിടങ്ങളിലൊക്കെയും തന്ത്രം മെനയണം, ഇവിടങ്ങളിലൊക്കെയും പോകണം, കാര്യങ്ങളൊക്കെ മാത്രമല്ല ദക്ഷിണേന്ത്യയിലേക്ക് ഇതുവരെ വേരുറപ്പിക്കാൻ പൂർണ്ണാർത്ഥത്തിൽ ബി.ജെ.പി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു വലിയ ടാസ്ക് നിതിൻ നബീനും ഉണ്ട്.